ഗുഡ് മോർണിംഗ്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ദാറ്റ് ഈസ് വൗച്ചിങ് ഓഫ് ഇംപേഴ്സണൽ ലെഡ്ജർ. ഇംപേഴ്സണൽ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഇംപേഴ്സണൽ ലെഡ്ജേഴ്സ് ആർ അതർ ദാൻ പേഴ്സണൽ ലെഡ്ജേഴ്സ്. ഇറ്റ് ഈസ് ആൾസോ ടേംഡ് ആസ് ജനറൽ ലെഡ്ജേഴ്സ് ഓർ നോമിനൽ ലെഡ്ജേഴ്സ്. അതായത് പേഴ്സണൽ ലെഡ്ജർ അല്ലാതെ വരുന്ന ലെഡ്ജേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംപേഴ്സണൽ ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. അതിനെ പറയുന്ന വേറൊരു പേരാണ് ജനറൽ ലെഡ്ജേഴ്സ് ഓർ നോമിനൽ ലെഡ്ജേഴ്സ്. ജനറൽ ലെഡ്ജർ എന്ന് അല്ലെങ്കിൽ നോമിനൽ ലെഡ്ജർ ഇംപേഴ്സണൽ ലെഡ്ജേഴ്സിന് പറയുന്നുണ്ട്. ഇനി ഇംപേഴ്സണൽ ലെഡ്ജേഴ്സ് പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നോമിനൽ അക്കൗണ്ട്സ് ആൻഡ് റിയൽ അക്കൗണ്ട്സ്. നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്താണ്? റിലേറ്റിംഗ് ടു ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. റിയൽ അക്കൗണ്ട്സ് അഫക്ട് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങുമായിട്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് അക്കൗണ്ട്സ് അഫക്ട്സ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇഫ് ദ റിയൽ അക്കൗണ്ട്സ് ആൻഡ് നോമിനൽ അക്കൗണ്ട്സ് ആർ ഇൻആക്യുറേറ്റ് ദേ വിൽ ബി അഫക്ട് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്. എന്തൊക്കെ പറഞ്ഞാൽ റിയൽ അക്കൗണ്ട് അതുപോലെ തന്നെ നോമിനൽ അക്കൗണ്ടും ഇംപെർഫെക്റ്റ് ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിനെയും അത് കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. So, the auditor should check the items appearing in the impersonal thoroughly because there are many chances of manipulation of fictitious entries of expenses. അതുകൊണ്ട് തന്നെ ഒരു ഓഡിറ്റർ തറോ ആയിട്ട് ഇംപേഴ്സണൽ ലെഡ്ജർ ദാറ്റ് ഈസ് നോമിനൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും വളരെ കറക്റ്റായിട്ട് അല്ലെങ്കിൽ തറോലി എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും വ്യത്യാസം വരാനായിട്ടുള്ള ചാൻസ് കാണുന്നുണ്ട്. So, the auditor should first check the entries in the impersonal ledger which is related to trading and profit and loss account, and these entries are in nature of adjustments of transfers by passing journal entries. അതായത് പല രീതിയിലുള്ള ജേണൽ എൻട്രീസ് പാസ് ചെയ്തിട്ടുള്ള ആ ഓരോ എൻട്രീസും ഒരു ഓഡിറ്റർ തറോലി ചെക്ക് ചെയ്ത് ഇരിക്കണം. പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും അതിൽ ഉണ്ടാവും. സോ ഇംപേഴ്സണൽ ലെഡ്ജർ താഴെ പറയുന്ന രീതിയിലാണ് ഒരു ഓഡിറ്റർ എന്ത് ചെയ്യുന്നത്, വൗച്ചിങ് നടത്തുന്നത്. അതിൽ പറയുന്നത് ദ ഓഡിറ്റർ ഷുഡ് ചെക്ക് ദ പോസ്റ്റിംഗ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അക്കൗണ്ട്സും ഒരു ഓഡിറ്റർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വൗച്ച് ചെയ്തിരിക്കണം. വിച്ച് വുഡ് അപ്പിയർ ഇൻ ദ ഇംപേഴ്സണൽ ലെഡ്ജർ. ഇംപേഴ്സണൽ ലെഡ്ജറിൽ അപ്പിയർ ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും ഓഡിറ്റർ വൗച്ച് ചെയ്യണം. ആൻഡ് ദ ജേണൽ ആൻഡ് നറേഷൻ ഷുഡ് ബി കെയർഫുള്ളി ചെക്ക്ഡ്. ഹി ഷുഡ് സീ ദാറ്റ് ഈച്ച് ട്രാൻസാക്ഷൻ ഈസ് സപ്പോർട്ടഡ് ബൈ സഫിഷ്യൻറ്റ് വൗച്ചേഴ്സ്. അല്ലേ, ഓരോ നറേഷനും അതുപോലെ തന്നെ അതിൽ വരുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് വൗച്ച് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും വളരെ വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അതും അതിൻ്റെ സഫിഷ്യൻറ്റ് വൗച്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടിയിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നു ഹി ഷുഡ് ഗീവ് സ്പെഷ്യൽ അറ്റൻഷൻ ടു ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് മെറ്റീരിയലി അഫക്ട് ദ ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സിനെ മെറ്റീരിയലി അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും വളരെ വ്യക്തമായിട്ടുള്ള അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, വൗച്ചിങ് നടത്താൻ. Then he should carefully check the totals of subsidiary books and their postings thereof the impersonal ledger. പിന്നെ ഒരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഇംപേഴ്സണൽ ലെഡ്ജറിൽ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ വരുന്ന എല്ലാ സബ്സിഡിയറി ബുക്കുകളും ഒരു ഓഡിറ്റർ തറവായിട്ട് വൗച്ച് ചെയ്യാം. Then he should see that the transfers between the accounts in the impersonal ledger are affected only through journal entries supported by sufficient evidences. അതായത് സഫിഷ്യൻ്റ് എൻട്രീസിൽ ജേണൽ സപ്പോർട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് മാത്രം വ്യക്തമായിട്ട് ഓഡിറ്റർ വൗച്ച് ചെയ്യണം. ദെൻ നെക്സ്റ്റ് പറയുന്നു ഹി ഷുഡ് സീ ദാറ്റ് ദ കറൻറ്റ് അമൗണ്ട്സ് ആർ പോസ്റ്റഡ് ഇൻ ദ അപ്രോപ്രിയേറ്റ് അക്കൗണ്ട്സ് ഓൺ ദ കറക്റ്റ് സൈഡ് ആൻഡ് നോ എൻട്രി ഈസ് പോസ്റ്റഡ് ടോയ്സ് ഓർ ലെഫ്റ്റ് അൺപോസ്റ്റഡ്. അല്ലേ, അതായത് കറക്റ്റ് സൈഡിൽ ഒരു എൻട്രിയും അത് പോസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തല്ലാതെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. പോസ്റ്റ് ചെയ്ത സ്ഥലത്ത് തന്നെ പോസ്റ്റ് ചെയ്തതാണെങ്കിൽ അത് വളരെ കറക്റ്റ് തന്നെയാണ് പോസ്റ്റ് ചെയ്തുള്ളത് നോക്കുക. എക്സ്പെൻസസും ഇൻകംസും ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നു ഹി ഷുഡ് സീ ദാറ്റ് ദ എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ആർ പ്രോപ്പർലി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദ ജനറലി ആക്സെപ്റ്റഡ് നോംസ്. അതായത് ജനറലി ആക്സെപ്റ്റഡ് നോംസ് പ്രകാരം എല്ലാ അക്കൗണ്ടും അല്ലെങ്കിൽ എല്ലാ എക്സ്പെൻസും ഇൻകംസും പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹി ഷുഡ് കെയർഫുള്ളി ചെക്ക് ദ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് വിച്ച് ആർ യൂഷ്വലി ഡൺ
at the end of the year and final account is prepared, such as outstanding income, expense, depreciation, etc. അതായത് എന്തെങ്കിലും അഡ്ജസ്റ്റിംഗ് എൻട്രീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് യൂഷ്വലി നമ്മൾ ഒരു ഫൈനൽ അക്കൗണ്ടിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന എന്തെങ്കിലും അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഉണ്ടെങ്കിൽ അത് അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ അതൊക്കെ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. Then next, he should check the internal control in force, and if the organization is efficient, he is not satisfied, he should conduct a thorough checking of the accounts. അതായത് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ദെൻ ദ ഓപ്പണിംഗ് ബാലൻസ് ഇൻ ദ ഇംപേഴ്സണൽ ലെഡ്ജർ ഷുഡ് ബി എക്സാമിൻ വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓഡിറ്റഡ് അക്കൗണ്ട്സ് ഓഫ് ദ പ്രീവിയസ് ഇയർ. അതായത് മുന്നേ പറയുന്ന അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ കാണിക്കുന്ന ഓപ്പണിംഗ് ബാലൻസ് തന്നെയാണോ ഇംപേഴ്സണൽ ലെഡ്ജറിൽ എഴുതിയിട്ടുള്ളത്, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, then the last one is finally he should verify the balance of various accounts in the trial balance and also see that the debit side and credit side of the trial balance. അതായത് ട്രയൽ ബാലൻസിലുള്ള ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ ബാലൻസ് എല്ലാ അക്കൗണ്ടുകളും വെരിഫൈ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് ഒരു ഓഡിറ്റർ ഇംപേഴ്സണൽ ലെഡ്ജർ വൗച്ച് ചെയ്യുന്നത്. ഇനി ഇതിൽ കുറച്ച് ടേമുകളും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അതെന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതുവരെ ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, ഔട്ട്സ്റ്റാൻഡിങ് അസറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറഞ്ഞാൽ? Outstanding incomes and expenditures are outstanding assets and liabilities on the date of preparation of final accounts. അതായത് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ, അസറ്റ്, ലയബിലിറ്റീനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറയുന്നത്. അതായത് ദ ഇംപേഴ്സണൽ ലെഡ്ജേഴ്സ് ആർ അരിത്തമെറ്റിക്കലി കറക്റ്റ് ബട്ട് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് arrived at may be incorrect and profit and loss account not give a true and fair view of the business. അല്ലേ, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊക്കെ പറയുന്നത് പ്രോപ്പറായിട്ടും അല്ലെങ്കിൽ ഇംപേഴ്സണൽ ലെഡ്ജർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക്കലി കറക്റ്റ് ആയിരിക്കാം, പക്ഷേ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിൽ അറൈവ് ചെയ്യുന്നതും അല്ലെങ്കിൽ വരുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ബാലൻസിങ്ങും ഒക്കെ ചിലപ്പോൾ ഓരോ ബിസിനസ് സ്ഥാപനങ്ങളും പ്രോപ്പറായിട്ട് കറക്റ്റ് ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അതായത് ചില ഇൻകംസ് അക്രൂ ആയിരിക്കും, ചില എക്സ്പെൻഡിച്ചർ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവും ഇല്ലേ. അതായത് നമ്മൾക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ കിട്ടിയെന്ന് നമ്മൾ രേഖപ്പെടുത്തുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഓക്കെ, സച്ച് ടൈപ്പ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ മസ്റ്റ് ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ഓർഡർ ടു അറൈവ് ആൻഡ് ട്രൂ കറക്റ്റ് പ്രോഫിറ്റ് ലോസ്. അപ്പോൾ നമുക്ക് 1000 രൂപ കിട്ടാനുണ്ട്, അപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുകയാണ്, പക്ഷേ കിട്ടിയിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ വരുന്നതാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ടു ദ ഓഡിറ്റർ ഇഫ് ദ ഫേം മെയിൻറ്റെയിൻസ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് മെമ്മോറാണ്ടം ബുക്ക്. അല്ലേ, ഒരു ഓഡിറ്റർക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ബുക്കാണ് ഔട്ട്സ്റ്റാൻഡിംഗ് മെമ്മോറാണ്ടം ബുക്ക്. അപ്പോൾ ഈ ബുക്കിൽ നമ്മൾ അതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസുകൾ, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം, ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻസ് ഒഴിവാക്കാം. അപ്പോൾ ഒരു ഓഡിറ്ററുടെ കയ്യിൽ എപ്പോഴും വേറൊരു ബുക്കിൻ്റെ പേരാണ് ഔട്ട്സ്റ്റാൻഡിംഗ് മെമ്മോറാണ്ടം ബുക്ക്. ദിസ് ബുക്ക് ഈസ് യൂസ്ഫുൾ ഫോർ കമ്പാരിസൺ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഐറ്റംസ് ഓഫ് 2 periods. 2 പീരീഡുകളിൽ ഏതൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഒരു ബുക്ക് ഒരു ഓഡിറ്റർക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, then outstanding assets and income remaining outstanding at the date of balance sheet are called outstanding asset. ഒരു ഇൻകം നമുക്ക് റിമെയിൻ ചെയ്തിരിക്കുകയാണ്, ബാലൻസ് ഷീറ്റിൻ്റെ ഡേറ്റിൽ നമുക്ക് റിമെയിൻ ചെയ്തിരിക്കുകയാണെങ്കിൽ അത്തരത്തിൽ വരുന്ന അസറ്റാണ് ഔട്ട്സ്റ്റാൻഡിങ് അസറ്റ്. പ്രധാനമായിട്ടും 3 രീതിയിലാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഒന്ന് അക്രൂഡ് ഇൻകം, ഒന്ന് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, എന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ? പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആർ ദ എക്സ്പെൻസസ് ദാറ്റ് ആർ മെയ്ഡ് വിച്ച് പെർട്ടൈൻ ടു ദ നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. നമ്മൾ നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡിൽ പെർട്ടൈൻ ചെയ്തെടുക്കുന്ന എമൗണ്ട്. എക്സാമ്പിൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ്, റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, റേറ്റ്സ് ആൻഡ് ടാക്സ്, സബ്സ്ക്രിപ്ഷൻസ് എക്സെട്ര. Prepaid expenses are shown on the asset side of the balance sheet. Such prepaid expense are to be treated as current asset. ചില കേസുകളിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് കറണ്ട് അസറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അതിൽ അസറ്റ് സൈഡിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് അക്രൂഡ് ഇൻകം. അപ്പോൾ 3 ഔട്ട്സ്റ്റാൻഡിങ് അസറ്റ്സ് ആണ്. ഒന്ന് പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഒന്ന് അക്രൂഡ് ഇൻകം, ഒന്ന് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. രണ്ടാമത് വരുന്നതാണ് അക്രൂഡ് ഇൻകം. എന്താണ് അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ?
Accrued incomes means incomes earned for this year but not yet received at the date of balance sheet. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻകം ഏൺ ഫോർ ഈ ഇയറിൽ നമ്മൾ അതിൻ്റെ ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റിന് അതിൻ്റെ എമൗണ്ട് കയ്യിൽ കിട്ടിയിട്ടില്ല എങ്കിൽ അതെന്താണ്? അക്രൂഡ് ഇൻകമാണ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് റിസീവബിൾ, റെൻ്റ് റിസീവബിൾ, കമ്മീഷൻ, റോയൽറ്റി, ഡിവിഡൻഡ് റിസീവബിൾ അതൊക്കെ അക്രൂഡ് ഇൻകത്തിന് എക്സാമ്പിളുകളാണ്. Okay, to arrive at the current year profit or loss, such items must be accounted for in the profit and loss accounts. Such accrued incomes are thus shown on the asset side of the balance sheet. അതുകൊണ്ട് തന്നെ അക്രൂഡ് ഇൻകം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. Okay, and the auditor should see that such accrued income which actually pertains to the current period has been brought into account. He should also see the adjusting entries have been made in the books. എന്തെങ്കിലും രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു അക്രൂഡ് ഇൻകത്തിൻ്റെ ബേസിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഒരു ഓഡിറ്റർ തറവായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? എന്താണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? എക്സ്പെൻഡിച്ചർ ഈസ് ഹ്യൂജ് ആൻഡ് ഓഫ് നോൺ റിക്കറിംഗ് നേച്ചർ ബട്ട് വിച്ച് ഈസ് ഇൻകർഡ് ഡ്യൂറിംഗ് ദ ഇയർ അണ്ടർ ഓഡിറ്റ് ആൻഡ് സ്പ്രെഡ് ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. അതായത് നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻസായിട്ട് പോവുകയാണ്, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റുകൾ നമുക്ക് കുറച്ചിട്ട് ഓരോ വർഷമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വരുന്നതാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇറ്റ്സ് ബെനിഫിറ്റ് ആൾസോ ഈസ് ഡിറൈവ്ഡ് ടു മെനി ഓഫ് അക്കൗണ്ടിങ് ഇയേഴ്സ്. ഓരോ അക്കൗണ്ടിങ് ഇയറിലുമാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. സച്ച് എക്സ്പെൻഡിച്ചർ ഈസ് കാൾഡ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഹെവി അഡ്വർടൈസ്മെൻറ്റ് ചാർജസ്, റിസർച്ച് എക്സ്പെരിമെൻറ്റ്സ്, ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിളാണ്. ഓക്കെ, the next, the entire amount of such expenditure should not be charged to profit and loss account of the year in which it is incurred. ആ മുഴുവൻ എമൗണ്ടും ഒരിക്കലും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യുന്നില്ല. The unwritten portion of deferred revenue expenditure is shown on the asset side of the balance sheet until it is entirely written off. മുഴുവനായിട്ടും അത് റിട്ടേൺ ഓഫ് അല്ലെങ്കിൽ എഴുതി തള്ളുന്നത് വരെ അതിൻ്റെ എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ആൻഡ് ദ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് ഡിവിഷൻ ഓഫ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ഹൗ മച്ച് ഈസ് ഡെബിറ്റഡ് to profit and loss account and how much portion of such expenditure also to be carried forward to the succeeding years. എത്രത്തോളം എമൗണ്ട് ആണ് ഈ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുള്ളത്, അത് എത്ര വർഷം കൊണ്ടാണ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഓഡിറ്റർ തറവായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ഇതാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. Then next വരുന്നതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ്. ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് ഷുഡ് ആൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ ഓർഡർ ടു അസെറ്റ് കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂറിങ് ദ കറണ്ട് പീരീഡ്. കറണ്ട് പീരീഡിൽ കറക്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കറക്റ്റ് ലയബിലിറ്റി എത്രയാണെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് കൂടുതലായിട്ട് വരുന്നതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് രീതിയിലുള്ള ലയബിലിറ്റീസാണ് വരുന്നത് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ. ഒന്ന് അൺപെയ്ഡ് എക്സ്പെൻസസും, രണ്ട് unearned income, അതായത് ഇൻകം റിലേറ്റിംഗ് ടു ദ നെക്സ്റ്റ് ഇയർ ആൻഡ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. രണ്ട് രീതിയിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് ആണ് ഇവിടെ വരുന്നത്. ഒന്നേതാണ് അൺപെയ്ഡ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. അൺപെയ്ഡ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. These are expenses incurred during the current year but for which the payment has not been made during the current year. അതായത് ഇതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ഈ ഒരു വർഷം നമ്മൾ കൊടുക്കുന്നില്ല, പക്ഷേ അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ വർഷമാണ്. വരും വർഷങ്ങളിലായിരിക്കും നമ്മൾ അതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആർ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ്, ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്, ഔട്ട്സ്റ്റാൻഡിംഗ് റെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ്, അതൊക്കെ നമുക്കിതിൽ അൺപെയ്ഡ് എക്സ്പെൻസിൽ പെടുത്താവുന്നതാണ്. ഇറ്റ് മേ നോട്ട് ബി ഈസി ഫോർ എൻ ഓഡിറ്റർ ടു നോ വെദർ ഓൾ ദ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ അക്കൗണ്ട്. ഒരു ഓഡിറ്റർക്ക് അതത്ര എളുപ്പമല്ല എല്ലാ ലയബിലിറ്റീസും ഈ ഒരു അല്ലെങ്കിൽ എല്ലാ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസും ഇതിൽ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത്. ഇറ്റ് കുഡ് ബി പോസിബിൾ ടു സപ്രസ് സം എക്സ്പെൻസസ്. ദെർഫോർ ഓഡിറ്റർ ഷുഡ് വെരിഫൈ നോമിനൽ അക്കൗണ്ട്സ്, ഡിമാൻഡ് നോട്ട്സ്, റെസിപ്റ്റ് ആൻഡ് അതർ റെലവൻറ്റ് വൗച്ചേഴ്സ്. ഹി ഷുഡ് ആൾസോ സീ ദ പീരിയഡ് കവേർഡ് ബൈ സച്ച് പേയ്മെൻറ്റ്.
ഒരു ഓഡിറ്റർക്ക് എളുപ്പമുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്, പോസിബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ട് ചെക്ക് ചെയ്യുക, ഡിമാൻഡ് നോട്ടുകൾ, റെസിപ്റ്റ്, അതുപോലെ അതർ റെലവൻ്റ് ആയിട്ടുള്ള വൗച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഹി ഷുഡ് ആൾസോ സീ ദ പീരീഡ് കവേർഡ് ബൈ സച്ച് പേയ്മെൻറ്റ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ഷുഡ് ബി ഷോൺ ഇൻ ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും അതിൻ്റെ എക്സ്പെൻസ് നമ്മൾ എവിടെ കാണിക്കുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്നു. അതാണ് അൺപെയ്ഡ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസിൽ വരുന്നതാണ് അൺഏൺഡ് ഇൻകം. എന്താണ് അൺഏൺഡ് ഇൻകം? എന്താണ് അൺഏൺഡ് ഇൻകം എന്ന് പറഞ്ഞാൽ? അൺഏൺഡ് ഇൻകംസ് റെഫർ ടു ഇൻകംസ് ആക്ച്വലി റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ ബട്ട് ഡു നോട്ട് പെർട്ടൈൻ ടു ദിസ് ഇയർ, ഹാൻസ് ഇറ്റ് വിൽ ബി ദ ലയബിലിറ്റി ഫോർ ദ കറണ്ട് പീരീഡ്. അൺഏൺഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം ആക്ച്വലി റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നമുക്ക് അഡ്വാൻസ് ആയിട്ട് ആക്ച്വലായിട്ട് റിസീവ് ചെയ്യുന്ന ഇൻകം ഡ്യൂറിങ് ദ കറണ്ട്, ഈ ഒരു കറണ്ട് ഇയറിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്യുന്നു. ബട്ട് ഡു നോട്ട് പെർട്ടൈൻ ടു ദിസ് ഇയർ, ഹാൻസ് ഇറ്റ് വിൽ ബി ലയബിലിറ്റി ഫോർ ദ കറണ്ട് പീരീഡ്. അത് നമ്മുടെ കറണ്ട് പീരീഡിലൊരു ലയബിലിറ്റി ആവുന്നു. അതാണ് അൺഏൺഡ് ഇൻകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് വിൽ ബി ഏൺഡ് ഇൻ ദ നെക്സ്റ്റ് ഇയർ, ഫോർ എക്സാമ്പിൾ ദ റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അടുത്ത വർഷമാണ്, നമുക്ക് അടുത്ത വർഷത്തെ റെൻറ്റ് നമ്മൾ ഈ വർഷം വാങ്ങുകയാണ്, പക്ഷെ നമുക്ക് ഇൻകമാണ്, പക്ഷേ എന്താണ് അടുത്ത വർഷത്തിന് അതൊരു എക്സ്പെൻസായി മാറുകയാണ്. Okay, an amount of ₹1,000 received as rent, of which ₹750 applicable to current period and ₹250 pertain to next years. ഈ ഒരു പീരീഡിൽ 750 അടുത്ത പീരീഡിൽ 250. Such incomes are not applicable to the year under audit. Income received should not be credited profit and loss account of the current year but should be shown on the liability side of the balance sheet. Okay. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്നും കൂടി പറയാം. വൗച്ചിങ് ഓഫ് ഇംപേഴ്സണൽ ലെഡ്ജർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മളിന്ന് ഇപ്പോൾ തുടങ്ങിയത്. അതിൽ എന്താണ് ഇംപേഴ്സണൽ ലെഡ്ജർ എന്ന് പറഞ്ഞു, അതർ ദാൻ പേഴ്സണൽ ലെഡ്ജറാണ്. നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് എന്നുള്ള രണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞു. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്, റിലേറ്റഡ് വിത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതുപോലെ തന്നെ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അഫക്ട്സ് ദ ബാലൻസ് ഷീറ്റ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് റെക്കോർഡും നമ്മൾ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ വോട്ടിങ് പ്രോപ്പറായിട്ട് നടക്കില്ല. പിന്നെ അതിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വായിച്ച് നോക്കുക. പിന്നെ വരുന്ന ഒന്നാണ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. പിന്നെ അതിൽ വരുന്നതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ള കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. എന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ? എക്സ്പെൻസസ് ദാറ്റ് ആർ മെയ്ഡ് വിച്ച് പെർട്ടൈൻ ടു ദ നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. ഓക്കെ, ദാറ്റ് ഈസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇനി എന്താണ് അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ? അക്രൂഡ് ഇൻകം മീൻസ് ഇൻകം ഏൺ ഫോർ ദിസ് ഇയർ ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ് അറ്റ് ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ദാറ്റ് ഈസ് അക്രൂഡ് ഇൻകം. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ? Where expenditure is huge and of non-recurring nature but which is incurred during the year under audit and spread over a number of years, that is deferred revenue expenditure. Okay, then next വരുന്നു outstanding liabilities. Outstanding liabilities എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ ഓർഡർ ടു അസർട്ടൈൻ കറക്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡ്യൂറിങ് ദ കറണ്ട് പീരീഡ്. എന്തൊക്കെയാണ്? അൺപെയ്ഡ് എക്സ്പെൻസസ് പെർട്ടൈനിങ് ടു ദിസ് ഇയർ, അല്ലെങ്കിൽ ഇൻകം റിലേറ്റിംഗ് ടു ദ നെക്സ്റ്റ് ഇയർ ആൻഡ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ദാറ്റ് ഈസ് അൺഏൺഡ് ഇൻകം. അതായത് അൺപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ എക്സ്പെൻസസ് ഇൻകേർഡ് ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ ബട്ട് ഫോർ വിച്ച് ദ പേയ്മെൻറ്റ് ഹാസ് നോട്ട് ബീൻ മെയ്ഡ് ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ, ദാറ്റ് ഈസ് അൺപെയ്ഡ് എക്സ്പെൻസസ്. ഇനി എന്താണ് അൺഏൺഡ് ഇൻകം എന്ന് പറയുന്നത്? അൺഏൺഡ് ഇൻകം റെഫേഴ്സ് ടു ദോസ് incomes which actually received in advance during the current year but do not pertain to this year, hence it will be a liability of the current period. It will be earned in the next year, for example the rent received in advance. അതാണ് അൺഏൺഡ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിൽ വരുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് മൈൻഡിലുണ്ടാവുക. ഇതിൻ്റെ ബാക്കി സെക്ഷൻ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ്, എക്സ്പെൻസുകൾ, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ പറയാം.
ഓക്കെ താങ്ക് യു.